പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ജന്മദിന ആശംസകൾ. ഹാർട്ട്ഫുൾനെസ്സിൽ മഹാഗുരുക്കന്മാരുടെ ജന്മദിനാണ് നമ്മൾ നമ്മുടെ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്നത്. കാരണം വേദങ്ങളിലൊക്കെ ദ്വിജ എന്ന് പറയും, നമ്മൾ രണ്ടാമതും ജനിക്കുകയാണ്. ഈ സംപ്രേഷണത്തിലൂടെ നമ്മുടെ ആത്മാവ് പുനർജനിക്കുന്ന സന്ദർഭമാണ് മഹാഗുരുക്കന്മാരുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ആദ്യം നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മൾ ഒരു കുട്ടിയായിട്ട് ജനിക്കണം. അതിനുശേഷം ഗുരുവിൻ്റെ സംപ്രേഷണം സ്വീകരിക്കുമ്പോൾ നമ്മൾ പ്രകാശിത ലോകത്തിലേക്ക് പുനർജനിക്കുകയാണ്. അതുകൊണ്ടാണ് ശരിയായിട്ടുള്ള നമ്മുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഗുരുക്കന്മാരുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. ഇന്ന് വസന്ത പഞ്ചമിയാണ്. 1873 ഫെബ്രുവരി 2-ാം തീയതി വസന്ത പഞ്ചമി ദിവസത്തിലാണ് ലാലാജി മഹാരാജ് ഈ ഭൂമിയിൽ അവതരിച്ചത്. ബാബുജി അദ്ദേഹത്തിന്റെ ശിഷ്യൻ അതിനെക്കുറിച്ച് പറയാൻ, ദിവ്യപ്രകാശം ഭൂമിയിൽ അവതരിച്ചത് വസന്ത പഞ്ചമി ദിനത്തിലായിരുന്നു എന്ന് പറയുന്നത്. അതുവരെ അന്ധകാരത്തിന്റെ ഒരു ലോകമായിരുന്നു. ജീവാത്മാക്കൾക്ക് ഒരു ദിശാബോധമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയില്. അപ്പോഴാണ് ഈ പ്രാണാഹുതിയുടെ സഹായത്തോടുകൂടി മാനവരാശിക്ക് ഒരു പുതുജീവൻ കൊടുക്കാൻ വേണ്ടി ലാലാജി മഹാരാജ് അവതരിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മത്തെക്കുറിച്ച് ഒരു കഥ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മ വളരെ ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. പക്ഷെ അവർക്ക് വിവാഹശേഷം ഒരുപാട് നാൾ കുട്ടികൾ ഉണ്ടായില്ല. കുറെ കഴിഞ്ഞപ്പോൾ ആ വീട്ടിലൊരു അവധൂതൻ വന്നു, സന്യാസി. അദ്ദേഹം ഭക്ഷണം ആവശ്യപ്പെട്ടു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അദ്ദേഹത്തിന് മത്സ്യം വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ വീട്ടില് മത്സ്യം പാകം ചെയ്യുക, കഴിക്കുന്ന ശീലമൊന്നുമില്ല. അപ്പൊ അവിടെ സഹായത്തിന് നിൽക്കുന്ന ഒരു സ്ത്രീ വേഗം അടുത്ത വീട്ടിൽ പോയി 2 മത്സ്യം പാകം ചെയ്ത് കൊണ്ടുവന്ന് ഈ അവധൂതന് കൊടുത്തു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അത് കഴിച്ച് വീട്ടുകാരിയുടെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞു, എന്തോ മുഖത്ത് ഒരു ദുഃഖം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറഞ്ഞതും ഈ സഹായിയായിട്ടുള്ള സ്ത്രീയാണ്. എൻ്റെ യജമാനത്തിക്ക് മക്കളില്ല, അതാണ് ഈ ദുഃഖത്തിന് കാരണം. ഈ അവധൂതൻ ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങി നടക്കുകയാണ്. നടന്നു പോകുമ്പോൾ അദ്ദേഹം ആകാശത്തേക്ക് നോക്കി 1 2 1 2 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കടന്നുപോയതാണ്. പിന്നെ അദ്ദേഹത്തിന് ആരും ദർശിച്ചിട്ടില്ല. അവിടുന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് വസന്ത പഞ്ചമി ദിനത്തില് ലാലാജി മഹാരാജിന്റെ ജനനം. അപ്പൊ അത് നമുക്ക് തരുന്ന സന്ദേശം എന്താന്ന് വെച്ചാൽ, മാതാപിതാക്കളുടെ മനോഭാവമാണ് കുട്ടികളുടെ ഭാവി നിർണയിക്കുന്നത്. അപ്പോ പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടി ഒരു നല്ല ആത്മാവിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ലാലാജി മഹാരാജിന്റെ ജന്മത്തിന് കാരണം. അപ്പൊ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ മാതാപിതാക്കൾ ധ്യാനിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി അവിടെ വ്യക്തമാക്കുന്നുണ്ട്. എപ്പോഴും നമ്മളെ കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിലെ പ്രത്യേകതകളും ലക്ഷ്യബോധമില്ലായ്മയും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വസ്തുത ഇതാണ്. നമ്മൾ മാതാപിതാക്കളെ ഇരിക്കുന്ന സമയത്ത് ഏത് രീതിയിലാണ് പരസ്പരം ബന്ധപ്പെടുന്നത്, അപ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണ്, അതിനനുസരിച്ചാണ് അതിന് യോജിച്ച തരത്തിലുള്ളൊരു ആത്മാവിനെ നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണെന്ന്. അനേകം ആത്മാക്കൾ
മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് പ്രകാശിത ലോകത്തിൽ. അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യോജിച്ച മാതാപിതാക്കൾ ഈ ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് വരാൻ ബുദ്ധിമുട്ട്. അവരുടെ ആ ആത്മീയമായ തരംഗത്തിന്റെ വൈബ്രേഷൻ അനുസരിച്ചുള്ള മാതാപിതാക്കളിലൂടെ അവർക്ക് ജന്മമെടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും മഹാഗുരുക്കന്മാര് ആയിരക്കണക്കിന് വർഷങ്ങൾ അല്ലെങ്കിൽ 10,000-കണക്കിന് വർഷങ്ങൾ കൂടുമ്പോഴാണ് ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്നത്. അതിന് കാരണം അതാണ്. അപ്പൊ അതിന് തയ്യാറെടുപ്പ് ആവശ്യമുണ്ട് എന്നർത്ഥം. ലാലാജി അദ്ദേഹത്തിന്റെ യുവാവസ്ഥയിൽ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയണം, 7 മാസം കൊണ്ട് അദ്ദേഹം ആത്മീയതയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ എത്തിച്ചേർന്നു, യുവാവസ്ഥയിൽ തന്നെ. അതിനുശേഷം പിന്നീട് 1922 ജൂൺ 3-ാം തീയതിയാണ് ബാബുജി മഹാരാജ് ലാലാജിയെ കാണുന്നത്. അപ്പോൾ ഫത്തേഹാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഹായോഗി ഉണ്ട് എന്ന് ആരോ അറിഞ്ഞിട്ടാണ് ബാബുജി അവിടെ വരുന്നത്. അന്ന് ബാബുജിക്ക് 23 വയസ്സാണ്. അപ്പൊ ആദ്യത്തെ ദർശനത്തിൽ തന്നെ അദ്ദേഹത്തിന് ബോധ്യം ഇതാണ് എൻ്റെ ഗുരു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരും രാമചന്ദ്ര എന്നായിരുന്നു, ലാലാജിയുടെ പേരും രാമചന്ദ്ര എന്നായിരുന്നു ആകസ്മികമായിട്ട്. അപ്പൊ ബാബുജി മഹാരാജ് അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, ലാലാജി മഹാരാജിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഈ സംപ്രേഷണത്തിലൂടെ അദ്ദേഹത്തിന്റെ ആത്മാവിനൊരു പുനർജന്മം കിട്ടിയ പോലെ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം മുമ്പ് ഉണ്ടായിരുന്നത് പോലെയല്ല എന്ന് ബാബുജി മഹാരാജ് അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലാലാജിയുടെ പുസ്തകങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പരിശീലനം കൊടുക്കുന്ന രീതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അന്ന് വരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗൃഹസ്ഥാശ്രമിക്ക് ഉന്നതമായ ആധ്യാത്മിക നില നേടുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിരുന്നു. അദ്ദേഹം ഗൃഹസ്ഥാശ്രമിയായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ജീവിതത്തിലെ നമുക്ക് വിഭാവനം ചെയ്യാവുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൃഹസ്ഥാശ്രമിക്കുള്ള ആധ്യാത്മിക പദ്ധതി അതും ഏറ്റവും ഉന്നതമായ രീതിയിൽ സംപ്രേഷണത്തിന്റെ സഹായത്തോടു കൂടി, അതാണ് ഹാർട്ട്ഫുൾനെസിന്റെ പ്രത്യേകത. അപ്പൊ ധ്യാനത്തിലൂടെ നമ്മൾ നമ്മുടെ കേന്ദ്ര ബിന്ദുവായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ആന്തരികമായി ഹൃദയത്തിൽ ദിവ്യത്വത്തിൽ മുഴുകിയിരിക്കുന്നു. ബോധ മനസ്സ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും ഒരു ഗൃഹസ്ഥാശ്രമി എന്നുള്ള നിലയ്ക്ക് നിർവഹിക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ള ഒരു നല്ല കോമ്പിനേഷനാണ് ഗൃഹസ്ഥാശ്രമി എന്ന് പറയുന്നത്. അത് ലാലാജി മഹാരാജിന്റെ പരിശീലനത്തിന്റെ പ്രത്യേകതയാണ്. പലപ്പോഴും ഭൗതിക ജീവിതം നമ്മൾ നയിക്കുന്ന സമയത്ത് നമ്മുടെ ആന്തരികമായ പ്രവണതകൾ എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ചുറ്റുമുള്ള മറ്റ് ആളുകളുടെ ജീവിതമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഭൗതിക ജീവിതം നയിക്കുക. ഇപ്പൊ മറ്റുള്ളവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ ആന്തരിക നില എന്താണെന്ന് മനസ്സിലാക്കി അതിനോട് കണക്ട് ചെയ്തിട്ട് അതിനെ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബാഹ്യ ജീവിതം, ഗൃഹസ്ഥാശ്രമ ജീവിതമാണ് ആത്മീയ പുരോഗതിക്ക് അനുകൂലം. ഹാർട്ട്ഫുൾനെസ് രീതിയിൽ പറഞ്ഞാൽ സംസ്കാരങ്ങളുടെ പ്രകടനമാണ് ജീവിതം. അപ്പൊ സംസ്കാരങ്ങൾ ഏത് രീതിയിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനെ ക്രമീകരിച്ച് പ്രകടിപ്പിക്കുമ്പോഴാണ് ഗൃഹസ്ഥാശ്രമ ജീവിതം മോക്ഷപ്രാപ്തിക്കുള്ള ഒരു ഉപാധിയായിട്ട് മാറുന്നു. ലാലാജി മഹാരാജ് അതിനെ സഹജ സമാധി എന്ന് വിളിക്കുന്നു, തുരീയാതീതമായിട്ടുള്ള അവസ്ഥ. ദാജി അതിനെ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയും. അതാണ് ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ആർജിക്കേണ്ട ഉന്നതമായ അവസ്ഥ എന്ന് പറയും.
പിന്നീട് ലാലാജി ബാബുജി മഹാരാജിന് അദ്ദേഹത്തിനോടുള്ള സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇവര് മീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രേമ കഥ തുടങ്ങുകയാണ്. അപ്പോൾ ലാലാജി എന്ന് പറയും, ബാബുജി മഹാരാജ് അദ്ദേഹത്തിന്റെ ഭാര്യയോട് കൂടിയിരിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും ലാലാജിയുടെ സ്മരണയിൽ നിന്ന് വ്യതിചലിക്കാറില്ല. അതിനെയാണ് അദ്ദേഹം യഥാർത്ഥ ബ്രഹ്മചര്യം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിരന്തര സ്മരണയാണ്. അപ്പോൾ ബാബുജി മഹാരാജ് അതിനൊരു ഉദാഹരണമാണ്. അതായത് നിരന്തര സ്മരണയിലല്ലാതെ നമുക്ക് ഈ ലോകത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതിനാണ് ലാലാജി മഹാരാജ് ഈ ഉദാഹരണം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂടെ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഗുരുസ്മരണ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയിരുന്നില്ല. അതൊരു ധാരയായിട്ട് നിലനിൽക്കുമായിരുന്നു. പ്രകാശിത ലോകത്തു നിന്നുള്ള ചില സന്ദേശങ്ങളിൽ വിവേകാനന്ദ സ്വാമികൾ 1944 പ്രകാശിത ലോകത്തിനുള്ള സന്ദേശങ്ങൾ 4 വോള്യമായിട്ട് നമ്മുടെ മിഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതില് വിവേകാനന്ദ സ്വാമികൾ, ലാലാജി മഹാരാജ് അന്ന് പ്രകാശിത ലോകത്തിലാണ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഇവരൊക്കെ തമ്മിലുള്ള ആശയവിനിമയമാണ് അതിൽ കാണാൻ കഴിയുക. ഇപ്പൊ വിവേകാനന്ദ സ്വാമികൾ പറയും, സാധാരണ നമ്മൾ ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ട് വീട് വിട്ട് ആളുകൾ പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ലാലാജി മഹാരാജ് അദ്ദേഹത്തിന്റെ സ്വർഗീയ ഭവനം ബാബുജി മഹാരാജിന് വേണ്ടി ഉപേക്ഷിച്ചു എന്നാണ്. അതായത് ശിഷ്യന് വേണ്ടി ഗുരു അവതരിക്കുന്ന ഒരു സാഹചര്യമാണ് ലാലാജിയും ബാബുജി തമ്മിലുള്ള ബന്ധത്തിൽ. ബാബുജി മഹാരാജ് ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വേണ്ടി 1873 ലാലാജി മഹാരാജ് ജനിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രകാശ ലോകത്തിലുള്ള അദ്ദേഹത്തിന്റെ ഭവനം ഉപേക്ഷിച്ച് ബാബുജി മഹാരാജിന്റെ ഹൃദയം അദ്ദേഹം തന്റെ വസതിയാക്കിയെന്നാണ്. ഇത് ആത്മീയതയിൽ അപൂർവമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ ഒരു ഉദാഹരണമാണെന്ന് വിവേകാനന്ദ സ്വാമികൾ പറയും ഈ പ്രകാശ ലോകത്തിനുള്ള സന്ദേശത്തിൽ. ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ഒരു പടി കൂടി അപ്പുറം കടന്ന് അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും മഹത്തായ പ്രേമബന്ധം എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും മഹത്തായത് രാധയും കൃഷ്ണനും തമ്മിലുള്ള സ്നേഹബന്ധമാണ്. രാധാകൃഷ്ണൻ എന്നുള്ള വാക്കന്നെ അങ്ങനെ ഉണ്ടായതാണ്. അപ്പോ ബാബുജി മഹാരാജും ലാലാജിയും തമ്മിലുള്ള പ്രേമബന്ധം വന്നതിന് ശേഷം രാധയുടെ സ്നേഹം 2ാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ ബാബുജി മഹാരാജും ലാലാജിയും തമ്മിൽ 2 പുരുഷന്മാർ തമ്മിലുള്ള സ്നേഹമാണ്. അതാണ് രാധയും കൃഷ്ണനും തമ്മിലുള്ള സ്നേഹത്തിനേക്കാൾ ആഴത്തിലായിരുന്നു എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ പ്രകാശ ലോകത്തിനുള്ള സന്ദേശങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ 1945 44-45 കാലഘട്ടത്തിലെ വിസ്പേഴ്സ് ഫ്രം ദ ബ്രൈറ്റർ വേൾഡ്, അതിലാണ് ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതെല്ലാം ബാബുജി മഹാരാജിന്റെ ഡയറിയാണ്. അപ്പൊ അതില് പറയുന്നുണ്ട്, ഒരു പ്രത്യേക സന്ദർഭത്തിൽ ലാലാജി തൻ്റെ ശിഷ്യനെ ഈശ്വരനുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരവസ്ഥ. അതായത് കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് ദീക്ഷ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്ന് നേരിട്ട് ആത്മീയ ദീക്ഷ സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് ബാബുജി മഹാരാജിനെ ലാലാജി മഹാരാജ് കണക്ട് ചെയ്തു എന്ന് പറയും. അത് മനുഷ്യന്റെ ആത്മീയ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. ഒരുപക്ഷെ അവസാനത്തേതുമായിരിക്കാം. അപ്പോ അതിന് തുടർച്ചയായിട്ട് ലാലാജി മഹാരാജ് പറയണു, ഈ
കേന്ദ്രവുമായി കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈശ്വരിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുക എന്നുള്ള ഈ അവസ്ഥ ലാലാജി മഹാരാജിന്, അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ടെക്നിക്ക് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എങ്ങനെ ഈശ്വരിൽ നിന്ന് നേരിട്ട് ആത്മീയ ദീക്ഷ സ്വീകരിക്കാമെന്ന്. പക്ഷെ അദ്ദേഹം അത് സൂക്ഷിച്ചു വെച്ചു. തൻ്റെ ശിഷ്യനായിട്ടുള്ള ബാബുജി മഹാരാജിന് വേണ്ടി അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു. ഏറ്റവും ഉന്നതമായിട്ടുള്ള ആത്മീയ നില ശിഷ്യന് കൊടുക്കാൻ വേണ്ടി ഗുരു സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുന്നു. അതും ആത്മീയതയുടെ ചരിത്രത്തിലെ ഒരു അപൂർവ നിമിഷമാണെന്ന് പറയുന്നത്. കാരണം ഗുരു ശിഷ്യനെ ഗുരുവിനേക്കാൾ പുരോഗമിക്കാനുള്ള അവസ്ഥ സൃഷ്ടിച്ചെടുക്കുക. എല്ലാ ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സും അങ്ങനെയാണ്. യഥാർത്ഥ ഗുരു ശിഷ്യൻ ഗുരുവിനേക്കാൾ പുരോഗമിക്കണം എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ, ഒരച്ഛൻ മകൻ അച്ഛനേക്കാൾ ഉയർന്ന തലത്തിലെത്തുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള അച്ഛന് ഒരു സന്തോഷം തോന്നുക, സംതൃപ്തി തോന്നുക. ആത്മീയതയിലും അങ്ങനെയാണ്. ശിഷ്യൻ ഗുരുവിനെ മറികടക്കുമ്പോഴാണ് ഗുരുവിന് ജീവിത സാഫല്യമായിട്ട് മാറും. മറ്റൊന്ന്, യഥാർത്ഥ ശിഷ്യൻ എന്ന് പറയുന്നത് ഗുരുവിനേക്കാൾ മുന്നിലാണെന്ന്. അതാണ് ഹാർട്ട്ഫുൾനെസ്സിന്റെ ആത്മീയ പാരമ്പര്യം. പിന്നീട് 1931 ലാലാജി മഹാരാജിന്റെ മഹാസമാധി. ലാലാജി മഹാരാജിന്റെ മഹാസമാധിക്ക് ശേഷം വർഷങ്ങളോളം ബാബുജിയുടെ ഡയറി ശൂന്യമായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. ലാലാജിയെ സമാധിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, എൻ്റെ ഗുരുവിന് ഒരിക്കലും മരണം സംഭവിക്കുകയില്ല, യഥാർത്ഥത്തിൽ ഞാൻ മരിച്ചതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്ന് പറയുന്നത്. ഗുരു സമാധി ഇപ്പോൾ ശിഷ്യൻ മരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് 1931 മുതൽ 1944 വരെ അദ്ദേഹത്തിന്റെ ഡയറി ശൂന്യമായിരുന്നു. വീണ്ടും 1944 ലാലാജി മഹാരാജ് പ്രകാശ ലോകത്തിൽ നിന്ന് ബാബുജി മഹാരാജായിട്ടുള്ള കണക്ഷൻ പുനരാവിഷ്കരിക്കുകയാണ്. വീണ്ടും അദ്ദേഹം ബാബുജിയിലേക്ക് സംപ്രേഷണം ചെയ്യുന്നു. ബാബുജി മഹാരാജിനെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ബാബുജി മഹാരാജിന്റെ ഡയറിയിലെ ചില കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. പിന്നീട് 1945 ബാബുജി മഹാരാജ് ശ്രീരാമചന്ദ്ര മിഷൻ സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ആദ്യമായിട്ട് അദ്ദേഹത്തിന് കൊടുത്ത ആത്മീയമായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഭൗതികമായിട്ടുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നത് ആത്മീയ പുരോഗതിക്കും ഭൗതിക പുരോഗതിക്കും ഒരുപോലെ അനിവാര്യമാണെന്ന് ലാലാജി പ്രകാശ ലോകത്തെന്ന് പറയുന്നു. അതിനുശേഷം 1945 മുതൽ 47 വരെയുള്ള ബാബുജി മഹാരാജിന്റെ ആത്മീയമായ മണ്ഡലത്തിലെ പ്രവർത്തനമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. നമ്മൾ ഭൗതിക ജീവിതത്തിൽ സ്വാതന്ത്ര്യം നേടിയത് വേറെ പല രീതിയിലാന്നൊക്കെ പറയുമെങ്കിലും ഒരു ആത്മീയ സാധകനെ സംബന്ധിച്ചിടത്തോളം ബാബുജി മഹാരാജിന്റെ ഡയറികൾ വായിച്ചാൽ നമുക്കത് വ്യക്തമാവും എങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ വസന്ത പഞ്ചമി ദിനത്തില് നമുക്ക് ബാബുജി മഹാരാജിന്റെ, ലാലാജി മഹാരാജിന്റെ കാൽക്കൽ നമസ്കരിക്കാം. ഓരോ പ്രാവശ്യം നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ട വസ്തുത, ബാബുജി മഹാരാജും ലാലാജി മഹാരാജും തമ്മിലുള്ള സ്നേഹത്തിന്റെ തരംഗങ്ങൾ, അതാണ് സംപ്രേഷണ രൂപത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. അപ്പൊ സംപ്രേഷണം എന്ന് പറയുന്നത് സ്നേഹമാണ്. അത് പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന തരംഗമാണ്. അതാണ്
ഹാർട്ട്ഫുൾനെസ്സിൽ ഓരോ സിറ്റിങ്ങിലും നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ ഈ മെത്തേഡ് കണ്ടുപിടിച്ചത് ലാലാജിയാണ്. ബാബുജി മഹാരാജ് പറയണ ദശരഥന് 72 തലമുറകൾക്ക് മുമ്പ് ഈ സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാണ്. ഋഷഭദേവൻ എന്ന് പറയുന്ന ജൈനമതത്തിന്റെ ആചാര്യൻ, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ സംപ്രേഷണം ആവിഷ്കരിച്ചത്. പിന്നീട് ഇത് ഉപയോഗിക്കാണ്ട് നശിച്ചുപോയി. ഉപയോഗിക്കാതെ എന്ന് പറഞ്ഞ ഒരു കാരണം, അത് ഗുരുപരമ്പരയായിട്ട് തുടരാനുള്ള പരമ്പര ഉണ്ടായിരുന്നില്ല. ഋഷഭദേവന് ശേഷം വർഷങ്ങളോളം ഒരു ഗ്യാപ്പ് ജൈനമതത്തിലെ തീർത്ഥങ്കാർസിൽ കാണാൻ പറ്റും. ഈ ഋഷഭദേവന്റെ പേരക്കുട്ടിയാണ് ഈ വർദ്ധമാന മഹാവീരൻ, നമ്മൾ ഇന്ന് ജൈനമതത്തിന്റെ ആചാര്യനായിട്ട് അറിയപ്പെടുന്ന ആള്. അദ്ദേഹത്തിന്റെ പേരക്കുട്ടി പിന്നീട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം മഹാവീരനായിട്ട് പുനർജനിക്കുന്നത്. അപ്പൊ ഈ ഗുരുപരമ്പരകൾക്കിടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സമ്പ്രദായം നഷ്ടപ്പെട്ടു പോയത്. അതിന് പകരമായിട്ട് ബാബുജി മഹാരാജ് ജനറ്റിക് മ്യൂട്ടേഷനിലൂടെ ഈ ഗുരുപരമ്പര സ്ഥിരമാക്കി. ഇന്ന് ഹാർട്ട്ഫുൾനെസ്സിൽ മാത്രമേ ഉള്ളൂ 4ാമത്തെ ഗുരുവിന്റെ കീഴിലാണ് നമ്മൾ ധ്യാനം പരിശീലിക്കുന്നത്. ഒരു ഗുരു കഴിഞ്ഞാൽ അടുത്ത ഗുരു തുടർച്ചയായിട്ട് വരുന്നു. ഇതും ആത്മീയ പാരമ്പര്യ ചരിത്രത്തില് ഒരു പുതിയ അധ്യായമാണ്. ഇതുവരെ ഉണ്ടായിട്ടില്ല അത്. അപ്പൊ ഈ പരമ്പര തുടരും. മാത്രമല്ല, ഓരോ ഗുരുക്കന്മാരും അത് കഴിഞ്ഞു വരുന്ന ഗുരു അതിനേക്കാൾ ശ്രേഷ്ഠമായ രീതിയിലാണ് അവരുടെ പ്രവർത്തനം കാഴ്ചവെക്കുന്നതെന്ന് നമ്മൾ ഈ ഗുരുക്കന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോ ദാജി പറയുന്നു, ഇങ്ങനെയുള്ള ഈ വസന്ത പഞ്ചമിക്ക് ഇത്ര മഹത്തായ പാരമ്പര്യത്തിന്റെ ഒരു കണ്ണികളാണ് നമ്മളെല്ലാവരും. അതിൽ നമ്മൾ അഭിമാനിക്കാവുന്നതാണ്. നമുക്ക് ഈ മഹത്തായ പരമ്പരയിൽ നമ്മൾ വന്നുപെട്ടല്ലോ. അപ്പൊ അദ്ദേഹം പറയണ, അവര് പ്രകാശ ലോകത്ത് നിന്ന് താഴത്തേക്ക് നോക്കുമ്പോ നമ്മളിൽ നിന്ന് എന്താണ് അവർ പ്രതീക്ഷിക്കുക? നമ്മളെല്ലാവരും ഒരേ പിതാവിന്റെ മക്കളെ പോലെ പരസ്പരം സാഹോദര്യത്തോടുകൂടി, അതുപോലെ ഏകത്വം, പരസ്പരമുള്ള പൊരുത്തം, ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള പരസ്പരമുള്ള പൊരുത്തമാണ് ഹാർട്ട്ഫുൾനെസ് ആദ്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഹാർമണി അല്ലെങ്കിൽ പൊരുത്തം എന്ന് പറയും. ഒരു വ്യക്തിയിലെ പൊരുത്തം അത് ഒരു കുടുംബത്തിലെ പൊരുത്തമായിട്ട് മാറും. നമ്മുടെ സെന്ററുകളിലുള്ള പരസ്പരമുള്ള പൊരുത്തമായിട്ട് മാറും. അതാണ് പിന്നീട് പ്രപഞ്ചത്തിലെ, പ്രത്യേകിച്ചും ഭാരതത്തിലെ വസുദൈവ കുടുംബകം, ഈ പ്രപഞ്ചം മുഴുവൻ ഒരു കുടുംബമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് വരുന്നത്. അപ്പൊ അതായിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള ആശയം എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മളോട് പറയുന്നത്, നമ്മുടെ ഉള്ളിലൊക്കെ പരസ്പരം ഒരു പൊരുത്തുണ്ടാവണം. നമ്മുടെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഹൃദയവും തമ്മിൽ ഒരു പൊരുത്തം വേണം. എങ്കിൽ മാത്രമേ ഈ ആത്മീയ പാതയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ. എപ്പോഴും നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഉള്ളിൽ പൊരുത്തമില്ല, ഹാർമണി ഇല്ല, നമ്മുടെ സെൻട്രൽ ഹാർമണി ഇല്ല, നമ്മുടെ വീട്ടിൽ ഹാർമണി ഇല്ല, നമ്മുടെ ഉള്ളിൽ ഹാർമണി ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ശരിയായ രീതിയിലാണോ ധ്യാനം ചെയ്യുന്നതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ എപ്പോ ഹാർമണി അല്ലെങ്കിൽ പൊരുത്തം അപകടത്തിലായിട്ട് നമ്മൾ കാണുമ്പോഴും നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് തിരിയണം, മറ്റുള്ളവരുടെ ഉള്ളിലേക്കല്ല. എന്തോ കുഴപ്പം എന്നിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഭഗവത്ഗീതയില് അശാന്തസ്യ കുതം സുഖം എന്നൊരു ശ്ലോകമുണ്ട്. സന്തോഷവും ശാന്തിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. എല്ലാ ജീവജാലങ്ങളും സന്തോഷം ആഗ്രഹിക്കുന്നു. സന്തോഷത്തിന്റെ തൊട്ടു മുമ്പത്തെ അവസ്ഥ എന്താണ്? ശാന്തിയാണ്. ശാന്തി ഇല്ലാണ്ട് സന്തോഷം ഉണ്ടാവില്ല. ശാന്തിക്ക് എന്ത് വേണം? ശാന്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ
നമ്മുടെ ഉള്ളൊരു പൊരുത്തം വേണം, ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും പൊരുത്തം വേണം, ഹാർമണി വേണം. അതാണ് ശാന്തിക്ക് മുമ്പുള്ള അവസ്ഥ. ഹാർമണി അല്ലെങ്കിൽ പൊരുത്തത്തിന് മുമ്പ് എന്ത് വേണം? എന്തുകൊണ്ടാണ് ഈ പൊരുത്തം ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുന്നതിനെ കുറിച്ച് സമഗ്രമായി നമുക്ക് ചിന്തിക്കാൻ കഴിയണം. സമഗ്രമായ ചിന്തയാണ് ഹാർമണി അല്ലെങ്കിൽ പൊരുത്തത്തിന് മുമ്പുള്ള അവസ്ഥ. സമഗ്രമായ ചിന്തയ്ക്ക് എന്ത് വേണം? നമ്മുടെ മനസ്സിനൊരു കേന്ദ്രീകരണം അല്ലെങ്കിൽ ഫോക്കസ് വേണം. മനസ്സിന്റെ കേന്ദ്രീകരണത്തിന് ധ്യാനമല്ലാണ്ട് വേറെ എന്ത് ചെയ്യും നമ്മൾ? അപ്പൊ ധ്യാനവും ജീവിതത്തിന്റെ സന്തോഷവും തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു പോയിന്റാണ് ഹാർമണി അല്ലെങ്കിൽ പൊരുത്തം. അത് നമ്മുടെ ഉള്ളിൽ വേണം, നമ്മുടെ കുടുംബത്തിൽ വേണം, നമ്മുടെ സെന്ററുകളിൽ വേണം, പ്രപഞ്ചത്തിൽ അനിവാര്യമാണ്. അതാണ് ദാജി നമുക്ക് തരുന്ന നിർദ്ദേശം. ആദ്യത്തെ ബാച്ച് ഭണ്ഡാരയുടെ അന്ന് അവിടെ ഒരു സംഗീത പരിപാടി ഉണ്ടായിരുന്നു. അതിൽ സംഗീതം അവതരിപ്പിച്ച പ്രിയങ്ക മിശ്ര അവര് ദാജിയോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട്. അത് നമുക്ക് എല്ലാവർക്കും പ്രസക്തമായിട്ട് തോന്നി. അവർ ചോദിച്ചത്, പലർക്കും ജീവിതത്തിൽ പല ഉദ്ദേശങ്ങളാണ്, ജീവിതോദ്ദേശങ്ങൾ അല്ലെങ്കിൽ ജീവിത ലക്ഷ്യങ്ങളാണ്. ദാജി, അങ്ങയുടെ ജീവിത ലക്ഷ്യം എന്താണെന്നാണ് ചോദ്യം. അപ്പൊ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി നമുക്ക് എല്ലാവർക്കും പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ജീവിതയാത്രയുടെ തുടക്കത്തില് ലക്ഷ്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധ്യമല്ല. കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഒന്നാണ്, കൗമാരപ്രായക്കാരുടെ ലക്ഷ്യം മറ്റൊന്നാണ്, മധ്യവയസ്സിലെത്തുമ്പോൾ എന്താണ് ജീവിത ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മൾ വേറെ എന്തെങ്കിലും പറയും, വാർദ്ധക്യത്തിലെത്തുമ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യം വേറെയാണ്. ഇപ്പൊ ജീവിത ലക്ഷ്യം ശരിയായ രീതിയിൽ നമുക്ക് തുടക്കത്തിൽ വ്യക്തമായിട്ട് കാണണം എന്നില്ല. പക്ഷേ ബാപ്പുജി മഹാരാജ് പറയും, ജീവിതത്തിലെ ഏത് ലക്ഷ്യം മുൻനിർത്തി നമ്മൾ പ്രവർത്തിച്ചാലാണോ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുന്നത്, അതാണ് യഥാർത്ഥ ജീവിത ലക്ഷ്യം. എല്ലാ പ്രശ്നത്തിനും ഒറ്റ പരിഹാരം, ഒറ്റ ജീവിത ലക്ഷ്യം, അതാണ് യഥാർത്ഥ ജീവിത ലക്ഷ്യം. അപ്പൊ നമ്മൾ ലോകവുമായിട്ട് ഇടപെടുമ്പോൾ മഹത് വ്യക്തികളായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴാണ് ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ദിശ നമുക്ക് വ്യക്തമാവുക. അപ്പൊ ഒരു ദിശാബോധം കറക്റ്റ് ചെയ്യാൻ നമുക്ക് ജീവിതത്തിന്റെ തുടക്കത്തിൽ സാധിക്കുള്ളൂ. നമ്മൾ പോകുന്ന ഡയറക്ഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ബാബുജി മഹാരാജ് പറയും, ഒരിക്കലും ഈശ്വരനെ നമുക്ക് പ്രാപിക്കാൻ സാധ്യമല്ല. കാരണം എന്താ? അതൊരു വസ്തുവല്ല. ഈശ്വരൻ അനന്തമാണ്, സീമകളില്ല ഈശ്വരന്. സീമയില്ലാത്തൊരു സാധനത്തിന് നമ്മൾ എങ്ങനെ പ്രാപിക്കും? അപ്പൊ അദ്ദേഹം പറയും, മാത്തമാറ്റിക്സിലെ അസിംപ്റ്റോട്ട് പോലെ ഒരു നേർരേഖയെ, ഒരു സർക്കിളിന്റെ ഭാഗം അല്ലെങ്കിൽ ഒരു സർക്കിൾ, ഒരു വൃത്തം ഒരു നേർരേഖയെ അപ്രോച്ച് ചെയ്യുന്ന പോലെ അതിനാണ് അസിംപ്റ്റോട്ട് എന്ന് പറയുക. ഒരിക്കലും മീറ്റ് ചെയ്യില്ല, അതിങ്ങനെ അടുത്തു കൂടെ പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള പാത. അതായത് ഈ ആത്മീയ യാത്ര എന്ന് പറഞ്ഞാൽ അനന്തമാണ്, ഒരു സ്ഥലത്തും അവസാനിക്കുന്നില്ല. അപ്പൊ ഈ അനന്തമായ യാത്രയില് നമ്മൾ യഥാർത്ഥ ദിശയിലാണോ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. നമ്മളുടെ ദിശാബോധം കറക്റ്റ് ആണെങ്കിൽ അവിടെയാണ് ലക്ഷ്യത്തിന് പ്രാധാന്യം. ലക്ഷ്യത്തിലേക്കുള്ള ദിശാബോധം അത് കറക്റ്റ് ചെയ്യലാണ് ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും നമ്മൾ ചെയ്യുന്നത്. അതിന് ദാജി പറയും, ആ ദിശ കറക്റ്റ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മൾ ശരിയായ പാതയിലാണെങ്കിൽ നമ്മുടെ ആത്മാവ് നമ്മളെ ശാന്തി തന്ന് അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, ധൈര്യം ഉണ്ടാവും, വ്യക്തത ഉണ്ടാവും. ഇതഞ്ചും ഹൃദയമണ്ഡലത്തിലെ ആദ്യത്തെ 5 പോയിന്റുകളാണ്, പഞ്ചഭൂതങ്ങൾ. അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഗുണവിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റിൽ സംതൃപ്തി, സമാധാനം, സ്നേഹം, ധൈര്യം, വ്യക്തി.
ഇത് ഒന്നൊന്നായിട്ടും അല്ലെങ്കിൽ ഒരുമിച്ചും ഈ പാതയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മുടെ ദിശാബോധം കറക്റ്റാണ്, കറക്റ്റായിട്ടുള്ള ദിശയിലാണ് നമ്മൾ നടക്കുന്നത്. നമുക്ക് അസംതൃപ്തി അശാന്തിയായിട്ട് അനുഭവപ്പെടണമെങ്കിൽ എന്താ, നമ്മുടെ ദിശ ശരിയല്ല എന്നാണ്. നമ്മളിപ്പോൾ പോകുന്ന പാത തെറ്റാന്ന് ഉറപ്പിക്കാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു യൂ ടേൺ എടുക്കേണ്ടതുണ്ട്. തെറ്റായ ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ തിരുത്തി യൂ ടേൺ എടുത്ത് വീണ്ടും നമ്മൾ ശരിയായ ദിശയിൽ വരുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ആത്മാവ് നമ്മളെ ശാന്തിയും സംതൃപ്തിയും നിന്ന് അനുഗ്രഹിക്കും. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ലക്ഷ്യബോധത്തിലേക്കുള്ള ദിശാബോധമാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ദിശ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ശാന്തിയും സംതൃപ്തിയും അനുഭവപ്പെടും. ഇതാണ് വസന്ത പഞ്ചമി ദിനത്തിൽ ഹാജി ആദ്യമായിട്ട് നമുക്ക് തന്നിട്ടുള്ള സന്ദേശം. അത് നമ്മൾ ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനും അദ്ദേഹം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമസ്കാരം.